നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. ഡിസംബർ 8 പുലർച്ചെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെ സെൻട്രൽ റൗണ്ട് എബൌട്ടായ അൽമനാറ സ്ക്വയറിന് മുകളിൽ വെടിയൊച്ചകളുടെ ശബ്ദം. പാലസ്തീൻ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് നിന്ന് 1 കിലോമീറ്ററിൽ താഴെ അകലെയുള്ള ഒരു പ്രിന്റ് ഷോപ്പിൽ കയറി അത് അടച്ചുപൂട്ടാൻ ഡസൻ കണക്കിന് ഇസ്രായേലി കവചിത വാഹനങ്ങൾ റെയ്ഡ് നടത്തി. ഈ കട തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ ഒരു പോസ്റ്റർ അവർ പുറത്തൊട്ടിച്ചു. റാമല്ലയിലെ ഏത് സായുധ പ്രതിരോധത്തിനും PA കർശനമായ കുരുക്ക് സൂക്ഷിക്കുന്നു. അതിനാൽ റെയ്ഡിനെ ഫലസ്തീൻ പോരാളികൾ തത്സമയ വെടിമരുന്നുപയോഗിച്ച് നേരിട്ടത് ഒരു അത്ഭുതകരമായിരുന്നു. ഇത് വെടിവെപ്പിലേക്ക് നയിച്ചു. 2006 അൽമനാര സ്ക്വയറിൽ അവസാനമായി വെടിവെപ്പ് ഉണ്ടായതെന്ന് പ്രാദേശിക മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. അടുത്ത 2 ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം റാമല്ലയിൽ വീണ്ടും റെയ്ഡ് നടത്തി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ദിവസവും നടക്കുന്ന റെയ്ഡുകൾ അടുത്തിടെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതായി വിശകലന വിദഗ്ധർ പറഞ്ഞു. ഇത് അധികാരത്തിന്റെ പ്രകടനവും PAയ്ക്കും ജനങ്ങൾക്കും ഭയം ജനിപ്പിക്കുവാനുള്ള പ്രകോപനവുമാണ്. PAയ്ക്കെതിരായ പ്രേരണയും വിദ്വേഷവും നിറഞ്ഞ സ്മോട്രിച്ചിന്റെ സമീപകാല പ്രസ്താവനകളുമായി ഈ നടപടികളും ബന്ധിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യം PA നാണം കെടുത്തുകയും അതിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉദ്യോഗസ്ഥർ ഗാസ മുനമ്പിൽ PA ഭരണം നിർദ്ദേശിച്ചു. എന്നാൽ പല നിരീക്ഷകരും അത് നല്ലൊരു സാധ്യതയാണെന്നും മികച്ചതാണെന്നും കരുതുന്നില്ല. അതിനാൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഈ ആശയത്തെ എതിർത്തു. പ്രദേശത്ത് അനിശ്ചിതകാല ഇസ്രായേൽ സൈനിക സാന്നിധ്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഗാസയുടെ വലിപ്പം കുറയ്ക്കുന്നതിനോ ജനസംഖ്യയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ എതിരാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പറഞ്ഞു. ഗസയിലേക്കുള്ള PAയുടെ തിരിച്ചുവരവ് ഒരു രാഷ്ട്രീയ പരിഹാരം എത്തിച്ചേരുന്നതിനെ ആശ്രയിച്ചിരിക്കും. അതിൽ ഉൾപ്പെടുന്ന ഒന്ന് കിഴക്കൻ ജെറുസലേമിന്റെ തലസ്ഥാനമായി 1967 അതിർത്തിക്കുള്ളിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ എന്നാണ്. 2 ദശാബ്ദത്തോളമായി PA നേതൃത്വത്തിനായി തെരഞ്ഞെടുപ്പുകളൊന്നും നടന്നിട്ടില്ല എന്ന വസ്തുതയും കണക്കിലെടുക്കുമ്പോൾ അതോറിറ്റിയും പ്രശ്നകരമാണ്. PAയുടെ നിലനിൽപ്പ് ഇസ്രായേലിന്റെ താൽപ്പര്യത്തിനാണോ? പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും തമ്മിലുള്ള 1993 ഓസ്ലോ ഉടമ്പടി പ്രകാരമാണ് PA രൂപീകരിച്ചത്. കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നീ അധിനിവേശ പ്രദേശങ്ങളിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് നയിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഇടക്കാല ഭരണ സമിതിയായാണ് ഇത് രൂപീകരിച്ചത്. എന്നിരുന്നാലും അതിന്റെ നിലനിൽപ്പിന് 30 വർഷം പിന്നിട്ടിട്ടും ഇസ്രായേൽ അധിനിവേശത്തിനും നിയന്ത്രണങ്ങൾക്കും അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾക്കും കുടിയേറ്റങ്ങൾക്കും മുന്നിൽ ഒരു രാഷ്ട്രം സൃഷ്ടിക്കുന്നതിൽ PA പരാജയപ്പെട്ടു. 2007 ഗാസയുടെ നിയന്ത്രണം ഹമാസിന് നഷ്ടമായി. വെസ്റ്റ് ബാങ്കിലെ PAയുടെ കീഴിൽ താമസിക്കുന്ന പലരും അതിനെ ഇസ്രായേൽ അധിനിവേശത്തിനുള്ള ഉപകരാറായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഓസ്ലോ ഉടമ്പടി പ്രകാരം ഇസ്രായേലുമായി രഹസ്യാന്വേഷണം പങ്കുവയ്ക്കുവാൻ PA ആവശ്യപ്പെടുന്നു. അതിൻ്റെ വളരെ വിമർശന വിധേയമായ സുരക്ഷാ ഏകോപന നയത്തിൻ്റെ ഭാഗമായി സായുധ പ്രതിരോധം തടയുവാൻ പാലസ്തീനികൾ അറസ്റ്റുകളെ സഹായിക്കുന്നത് ഉൾപ്പെടെ. വെസ്റ്റ് ബാങ്കിലെ 3 ദശലക്ഷം പാലസ്തീനികൾക്കും ഇസ്രായേൽ സൈനിക അധിനിവേശത്തിനുമിടയിൽ PA ഒരു ബഫറായി പ്രവർത്തിക്കുമ്പോൾ 2022 ഡിസംബറിൽ അധികാരത്തിൽ വന്ന നെതന്യാഹുവിൻ്റെ വലതുപക്ഷ സർക്കാർ PA പിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നതായി വിശകലന വിദഗ്ധർ പറഞ്ഞു. PA കേടുപാടുകൾ കൂടാതെ തുടരുന്നത് തീർച്ചയായും ഇസ്രായേൽ സൈന്യത്തിൻ്റെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും താൽപ്പര്യമാണ്. ഇത് അവർക്ക് തന്ത്രപരമായ കാര്യമാണ്, മൻസൂർ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിലെ വലതുപക്ഷവും അവർ സ്വീകരിക്കുന്ന ദിശയും PA സാധ്യമായ പരമാവധി ദുർബലപ്പെടുത്തുകയാണ്. നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ്റിലുള്ളവർ പലരും പാലസ്തീൻ ജനതയെ ഭരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അതോറിറ്റി ഇസ്രായേലികളുമായി സഹകരിക്കുകയും വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികളുടെ കാര്യമായ എതിർപ്പില്ലാതെ സെറ്റിൽമെൻറ്റ് നടത്തിയാലും ജനങ്ങളത് ആഗ്രഹിക്കുന്നില്ല. PA ഗാസ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനർത്ഥം 1967 ഇസ്രായേൽ അധിനിവേശം നടത്തിയ പ്രദേശങ്ങളുടെ ഏകീകരണമാണ് എന്നതാണ്. ഇത് ദ്വിരാഷ്ട്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ഗുരുതരമായ ചർച്ചകളിൽ ഏർപ്പെടുവാൻ ഇസ്രായേൽ, US, യൂറോപ്പ് എന്നിവയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അത്തരമൊരു രാഷ്ട്രം അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമുള്ള 100 കണക്കിന് അനധികൃത കുടിയേറ്റങ്ങൾ പിൻവലിക്കുവാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടും. അവിടെ കുറഞ്ഞത് 7 ലക്ഷം ഇസ്രായേലികളെങ്കിലും ഉറപ്പുള്ള കോമ്പൗണ്ടുകളിൽ താമസിക്കുന്നു. അവയിൽ ഭൂരിഭാഗവും പൂർണ്ണമായോ ഭാഗികമായോ സ്വകാര്യ ഫലസ്തീൻ ഭൂമിയിൽ നിർമ്മിച്ചവയാണ്. ഇപ്പോഴും യുദ്ധത്തിൻ്റെ നടുവിലാണ് ജനങ്ങൾ. ഈ നിമിഷം വരെ ഗാസ മുനമ്പിലെ ചെറുത്തുനിൽപ്പിൻ്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ ഇസ്രായേൽ വിജയകരമായി പൊളിച്ചു മാറ്റിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനർത്ഥം ഈ ഘട്ടത്തിൽ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ്. ഇസ്രായേലിനെ ഘട്ടം ഘട്ടമായി നശിപ്പിക്കുകയാണ് PA ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു തിങ്കളാഴ്ച ആരോപിച്ചു. ഒക്ടോബർ 7 ഗാസ മുനമ്പ് ഭരിക്കുന്ന ഹമാസിൻ്റെ പോരാളികൾ ഇസ്രായേൽ പ്രദേശത്ത് ആക്രമണം അഴിച്ചുവിട്ടു. ഈ സമയത്ത് ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 200 പേരെ പിടികൂടി ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 7700-ലധികം കുട്ടികൾ ഉൾപ്പെടെ 19,000 ഫലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയിൽ ഇസ്രായേൽ ഉടൻ തന്നെ പ്രതികാരാക്രമണം നടത്തി.
ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധം അതിൻ്റെ 3-ാം മാസത്തിലേക്ക് നീണ്ടു നിൽക്കുമ്പോൾ ഇസ്രായേൽ, അമേരിക്ക, മറ്റ് വിദേശ ഉദ്യോഗസ്ഥർ ഹമാസിനെ ഇസ്രായേൽ നശിപ്പിക്കുമെന്ന മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ യുദ്ധാനന്തരം സ്ട്രിപ്പിലെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയായിരിക്കുമെന്ന് പരസ്യമായി ചർച്ച ചെയ്തു. ഇതുവരെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കുറഞ്ഞ തീവ്രതയുള്ള യുദ്ധത്തിലേക്ക് മാറുന്നതുൾപ്പെടുന്ന ഒരു ദീർഘകാല പദ്ധതിയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഗാസ മുനമ്പിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുവാൻ ഇസ്രായേലിനെ അനുവദിക്കുമെന്ന് ഹമാസ് പറഞ്ഞു. ഇസ്രായേൽ അതിൻ്റെ അക്രമാസക്തമായ സൈനിക അധിനിവേശം ശക്തമാക്കുകയും അനധികൃത കുടിയേറ്റങ്ങൾ വളരുകയും ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ പരിഹാരത്തിൻ്റെ അഭാവം ഫലസ്തീനിയൻ സായുധ പ്രതിരോധത്തിൻ്റെ പുനരുജ്ജീവനത്തിന് പ്രേരിപ്പിച്ചു. പ്രത്യേകിച്ച് വടക്കൻ വെസ്റ്റ് ബാങ്ക് നഗരങ്ങളായ ജനീൻ, നബ്ലസ്, തുൽക്കരം എന്നിവിടങ്ങളിൽ. ഇസ്രായേലുമായുള്ള ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടത് എങ്ങനെയെന്നും ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടും ഇസ്രായേലുമായുള്ള സുരക്ഷാ സഹകരണം എങ്ങനെ നിലനിർത്തുന്നുവെന്നും ഒരു നീണ്ട പ്രക്രിയയാണ്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരവേ ഫലസ്തീൻ ജനതയ്ക്കിടയിൽ ഹമാസിനെ പിന്തുണ വർദ്ധിക്കുന്നുവെന്ന് സർവേ ഫലം. ഗാസയെ ദുരന്തമുഖമാക്കിയ യുദ്ധത്തിന് തുടക്കമിട്ടത് ഹമാസ് ആണെന്നതിനാൽ ഫലസ്തീൻ ജനതയ്ക്ക് ഹമാസിനോട് അനുഭാവമുണ്ടാകില്ലെന്ന ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നതാണിത്. പാലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ചാണ് സർവേ നടത്തിയത്. വെസ്റ്റ് ബാങ്കിൽ സർവേയോട് പ്രതികരിച്ചവരിൽ 44% ഹമാസിനെ പിന്തുണച്ചു. സെപ്റ്റംബറിൽ 12% മാത്രമായിരുന്നു പിന്തുണ. ഗാസയിൽ 42% പേർ ഹമാസിനെ അനുകൂലിച്ചു. സർവേയിൽ പങ്കെടുത്ത 90% പേരും പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിന്റെ രാജി ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് മുൻപ് 58% പിന്തുണയുണ്ടായിരുന്ന ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയയെ 78% പേർ പിന്തുണച്ചു. സർവേ ഫലം അബ്ബാസ് തള്ളി. വ്യാഴാഴ്ച രാവിലെ റാഫിലുണ്ടായ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. മഴയും അതിശൈത്യവും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങളെ കൊടും ദുരിതത്തിലാക്കി. കൂടാരങ്ങൾ മഴയിൽ നശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായത്തിലൂടെയാണ് ഫലസ്തീൻകാർ കടന്നു പോകുന്നതെന്ന് UN ഏജൻസിയായ ഉൻഡയുടെ തലവൻ ഫിലിപ്പ് ലസാറിനി പറഞ്ഞു. മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പിത്തം, ശ്വാസകോശ അണുബാധ എന്നിവ പടരാനിടയുണ്ടെന്ന് UN മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ വാർഡുകളിൽ കയറി ഇസ്രായേൽ സൈന്യം ആളുകൾക്ക് നേരെ നിറയൊഴിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ആശുപത്രികളിൽ നിന്ന് സൈന്യം പിടിച്ചുകൊണ്ടുപോയ 70-ലേറെ ജീവനക്കാരെക്കുറിച്ച് വിവരമില്ലെന്ന് UN അറിയിച്ചു. 5 ഡോക്ടർമാരെയും വനിതാ ജീവനക്കാരെയും നേരത്തെ വിട്ടയച്ചിരുന്നു. ഹമാസ് ബന്ദിയാക്കിയ റൊമാനിയൻ പൗരൻ ഹൽഹൈമി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അറിയിച്ചു. നന്ദി, നമസ്കാരം.